എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരു പുതുവർഷം ഞാൻ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് സഹർഷം നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട KSRലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. KSRലെ ലീവ് റൂൾസാണ്. ലീവ് റൂൾസ് എന്ന് പറയുമ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടും ഔദ്യോഗിക ജീവിതവുമായി നിങ്ങളെല്ലാ ദിവസവും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം, പിന്നെ വ്യക്തിപരമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് ക്ലാസ് 4 എംപ്ലോയീസ് മുതൽ ക്ലാസ് 1 എംപ്ലോയീസ് വരെ ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യത്തോടെ ഇരിക്കേണ്ടതാണ്. എല്ലാവരും ലീവ് എടുക്കുന്നുണ്ട്. അപ്പോൾ വിശേഷിച്ചും സറണ്ടർ ലീവ് എടുക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ റൂൾസ് നിങ്ങൾ വ്യക്തിപരമായി തന്നെ അറിയേണ്ടതാണ് എന്നതുകൊണ്ടും ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കേരള സർവീസ് റൂൾസ്, ദ ലീവ് റൂൾസ്. അതിൻ്റെ റൂൾ 65 എന്താണ് പറയുന്നത്? റൂൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് എനിക്ക് അർഹതയുള്ളതാണ് എന്നൊക്കെ ചെറിയൊരു അഹങ്കാരം ഗവൺമെൻറ് എംപ്ലോയീസിനുണ്ട്. അത് വേണ്ട. റൂൾ 65 ലീവ് നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ്. അതാണ് എൻ്റെ ബേസിക് കൺസെപ്റ്റ്. ലീവ് കൻ നോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ദി അതോറിറ്റി എംപവേർഡ് ടു ഗ്രാൻഡ് ദ ലീവ് മേ റെഫ്യൂസ് ഓർ റിവോക്ക് ലീവ് വെൻ ദി എക്സിജൻസീസ് ഓഫ് പബ്ലിക് സർവീസ് റിക്വയേഴ്സ് സോ. അതായത് ഒരിക്കലും ഒരു അവകാശമായി നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റില്ല. ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻകൂറായി തന്നെ നിങ്ങളുടെ ഹയർ അതോറിറ്റീസിൻ്റെ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിങ് ഓഫീസറുടെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഓഫീസിൻ്റെ അനുവാദം വാങ്ങിയിട്ട് വേണം സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ലീവിൽ പ്രൊസീഡ് ചെയ്യാൻ. അപ്പോൾ ആ ലീവ് അതേസമയം ആ ലീവ് നിരസിക്കാനും, നിങ്ങളിന് ഇപ്പോൾ ലീവിൽ പോയി എന്ന് ധരിക്കുക, പെട്ടെന്ന് ഔദ്യോഗികമായി നിങ്ങളുടെ സാന്നിധ്യം ഗവൺമെൻറ്റിന് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ പെട്ടെന്ന് നിങ്ങൾ ബാക്കി ലീവ് ക്യാൻസൽ ചെയ്തിട്ട് റീജോയിൻ ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനും നിങ്ങളുടെ ഹയർ അതോറിറ്റീസിന് ഗവൺമെൻറ് അധികാരം നൽകിയിട്ടുണ്ട് എന്നറിയുക. ഇതാണ് ലീവ് റൂൾസിൻ്റെ കാരണം. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 24 hours സർവീസിലാണെന്ന് ഓർക്കണം. അപ്പോൾ അതാണ് മറ്റൊരു പ്രധാന വിഷയം. ഏതായാലും റൂൾ കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. അവകാശമായി നിങ്ങൾക്ക് അതിനെ കണക്കാക്കാൻ പറ്റില്ല. ദി നേച്ചർ ഓഫ് ലീവ് ഡ്യൂ ഓർ അപ്ലൈഡ് ഫോർ ബൈ ആൻ ഓഫീസർ കനോട്ട് ബി ആൾട്ടേർഡ് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി സാങ്ഷനിങ് അതോറിറ്റി. ഈവൻ ദോ ദ ലീവ് സാങ്ഷനിങ് അതോറിറ്റി ഹാസ് പവേഴ്സ് ടു റെഫ്യൂസ് ഓർ റിവോക്ക് any leave, he cannot alter the nature of leave applied for by an officer. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിക്റ്റമാണ്. അതായത് ലീവ് നിങ്ങൾക്ക് അവകാശമല്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഏൺ ലീവ് എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഹാഫ് വേ ലീവ് എടുത്തു, അത് നിങ്ങളുടെ ഹയർ അതോറിറ്റീസിന് അതിൻ്റെ നേച്ചർ ഓഫ് ലീവ് മാറ്റാൻ പറ്റില്ല. അത് നിങ്ങളുടെ റൈറ്റാണ്. അപ്പോൾ ഏത് ലീവാണോ നിങ്ങൾ എടുത്തത് ആ ലീവ് സാങ്ഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നേച്ചർ ഓഫ് ലീവ് കനോട്ട് ബി ആൾട്ടേഡ്. ആ ലീവ് എടുത്ത ഏത് ലീവാണോ എടുത്തത് അതിൻ്റെ രീതി മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഏൺ ലീവ് എടുക്കണ്ട, നിങ്ങൾ ഹാഫ് വേ ലീവ് എടുക്കൂ, അല്ലെങ്കിൽ അത് വേണ്ട LW എടുക്കൂ എന്നൊന്നും പറയാൻ ഒരു ഗവൺമെൻറ് അധികാരിക്കും അവകാശമില്ല തന്നെ. സോ റൂൾ 66 പറയുന്നത് വെൻ ഡസ് ദ പീരീഡ് ഓഫ് ലീവ് സ്റ്റാർട്ട് ആൻഡ് എൻഡ്. എപ്പോഴാണ് ഒരാൾ ലീവിൽ പ്രൊസീഡ് ചെയ്യുന്നത്, എപ്പോഴാണ് ആ ലീവ് അവസാനിക്കുന്നത്? അതായത് നിങ്ങളിപ്പോൾ 30 days ലീവ് എടുത്തിട്ട് നിങ്ങൾ ചാർജ് വിടുകയാണ്. ആഫ്റ്റർനൂണിൽ ഇപ്പോൾ 30th ആഫ്റ്റർനൂൺ വിട്ടാൽ നിങ്ങളുടെ ലീവ് തുടങ്ങുന്നത് അടുത്ത 1st of the next month മുതലായിരിക്കും. ആ 30 ദിവസം ലീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് ജോയിൻ ചെയ്യുന്നത് എന്നായിരിക്കും. ലീവ് എത്ര ദിവസമാണ്? 31 ദിവസം എന്നിരിക്കുക. ആ മാസം 31 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലീവ് തീരുന്നത് അടുത്ത 1-ാം തീയതി രാവിലെ നിങ്ങൾ
ഓഫീസിൽ ജോയിൻ ചെയ്യും. അതിൻ്റെ തൊട്ട് തലേന്ന് വെച്ചിട്ട്, അതായത് 31-ാം തീയതി ആഫ്റ്റർനൂൺ വെച്ചിട്ട് നിങ്ങളുടെ ലീവ് തീരും. ഇതാണ് വെൻ ഡസ് എ ലീവ് സ്റ്റാർട്ട് ആൻഡ് വെൻ ഡസ് എ ലീവ് എൻഡ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ റൂള്. നെക്സ്റ്റ് ഈസ് ലീവ് റൂൾ 69. നോ എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് ലീവ് വിത്തൗട്ട് പെർമിഷൻ. അതായത് നിങ്ങളിപ്പോൾ ലീവിൽ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീവ് പീരീഡിൽ മറ്റൊരു ഉദ്യോഗം നിങ്ങൾക്ക് വഹിക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. An officer on leave may not take any service or accept any employment without obtaining the previous sanction of the appointing authority. അതായത് നിങ്ങളുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ മുൻകൂറായിട്ടുള്ള അനുമതി കൂടാതെ ലീവ് പീരീഡിൽ നിങ്ങളിപ്പോൾ കൂടുതൽ നാൾ ലീവാണ്, അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ അത് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റിയുടെ സാങ്ഷൻ ഇല്ലാതെ ആ ഔദ്യോഗിക ജീവിതം ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. സം എക്സെപ്ഷൻസ് ആർ ദെയർ. എന്താണ്? കാഷ്വൽ ലിറ്റററി വർക്ക്, സർവീസ് ആസ് എക്സാമിനർ, അക്സെപ്റ്റൻസ് ഓഫ് ഫോറിൻ സർവീസ്, ഇതൊക്കെ ഇതിന് എക്സെപ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കാഷ്വൽ ആയിട്ടുള്ള ലിറ്റററി സാഹിത്യ പ്രവർത്തനങ്ങൾ, റെമ്യൂണറേഷൻ ഒന്നും വാങ്ങാതെയോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും സാഹിത്യ സൃഷ്ടി നടത്താതിരിക്കുകയൊക്കെ ചെയ്ത് കാഷ്വലായിട്ടുള്ള വർക്കാണെങ്കിൽ അതിന് ഈ നിയമം ബാധകമല്ല. അതുപോലെ സർവീസ് ആസ് എക്സാമിനർ, ഒരു എക്സാമിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ സാങ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഫോറിൻ സർവീസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിൽ പിന്നെ ഈ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ സാങ്ഷൻ്റെ ആവശ്യമില്ല. ഇത് മൂന്നും എക്സെപ്ഷൻസ് ആണ്. ദെൻ റൂൾ 70, റീകോളിംഗ് ഓഫ് ആൻ ഓഫീസർ ആൻഡ് എലിജിബിലിറ്റി ഫോർ ട്രാവലിംഗ് അലവൻസ്. All orders recalling an officer before the expiry of his leave should state whether the return is optional or compulsory. അതായത് റീകോൾ ചെയ്യുന്ന ഓർഡറിൽ ആ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും whether it is optional or compulsory. If optional, then no concessions for the officer. ഓപ്ഷണലായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു കൺസെഷനും അദ്ദേഹത്തിന് അനുവദിക്കപ്പെടുന്നതല്ല. On the other hand, if compulsory, then he is entitled to travelling allowance from the date on which he starts for the station. കമ്പൽസറി ആയിട്ടാണ് അദ്ദേഹത്തിന് റീകോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ TIക്ക് അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ബട്ട് ടിൽ ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ജോയിൻസ് ഡ്യൂട്ടി ഹി ഷാൽ ഡ്രോ ലീവ് സാലറി ഓൺലി. പക്ഷേ അദ്ദേഹം തിരിച്ച് ചാർജ് എടുക്കുന്ന ദിവസത്തിന് തൊട്ട് മുമ്പ് വരെ ലീവ് സാലറി ആയിരിക്കും അദ്ദേഹത്തിന് നൽകപ്പെടുക എന്ന് നിങ്ങൾ അറിയണം. Then rule 71, leave on medical certificate. No officer has been granted leave on medical certificate may return to duty without first producing a certificate of fitness from the medical officer not below the rank of assistant surgeon in the prescribed form. അതായത് നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിലാണ് ഒരു ലീവ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റീജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രൊഡ്യൂസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് റീജോയിൻ ചെയ്യാൻ പറ്റൂ. ആൻഡ് അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്, ആ ഫോമിൽ തന്നെ ആയിരിക്കണം ഈ സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ദെൻ റൂൾ 72, റിട്ടേൺ ടു ഡ്യൂട്ടി ബിഫോർ എക്സ്പയറി ഓഫ് ലീവ്. An officer on leave may not return to duty before the expiry of the period of leave without the permission of the authority which granted him the leave. അതായത് നിങ്ങൾ ലീവിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീവ് ഗ്രാൻഡ് ചെയ്ത അതോറിറ്റിയുടെ അനുവാദം കൂടാതെ നിങ്ങൾക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റില്ല. സോ യു മേ നോട്ട് റിട്ടേൺ ടു ഡ്യൂട്ടി ബിഫോർ ദി എക്സ്പയറി ഓഫ് ദ പീരീഡ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദി അതോറിറ്റി. അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് ലീവ് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. 2, an officer on leave preparatory to retirement is not permitted to withdraw his request and return to duty unless the appointing authority grants consent for the same. അതുപോലെ ഇപ്പോൾ LPR എടുക്കുന്ന ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻ്റ് ആണ് നിങ്ങൾ അവൈൽ ചെയ്തതെങ്കിൽ ഹി ഈസ് നോട്ട് പെർമിറ്റഡ് ടു വിത്ഡ്രോ ഹിസ് റിക്വസ്റ്റ്. അത് അതിനുള്ള അനുവാദം നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ആൻഡ് റിട്ടേൺ ടു ഡ്യൂട്ടി അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടിയിൽ ഇടയ്ക്ക് വെച്ച് റീജോയിൻ ചെയ്യാനും പറ്റില്ല അൺലെസ് ദി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഗ്രാൻസ് കൺസെൻറ്റ് ഫോർ ദി സെയിം വിത്തൗട്ട് ദി പെർമിഷൻ ഓഫ് ദി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ അനുവാദം കൂടാതെ നിങ്ങൾക്ക് LPRൽ നിന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് റീജോയിൻ ചെയ്യാനും സാധ്യമല്ല.
The rule 74, combination of leave with vacation. Vacation may be taken in combination with or in continuation of any kind of leave. Vacation നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ലീവിൻ്റെ കൂടെ എടുക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. The condition is that the total duration of vacation and earned leave taken together, earned leave taken in combination with or in continuation of other leave or not, shall not exceed the amount of earned leave due and admissible to the officer. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് 180 ഡേയ്സ് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലുണ്ട് ഏൺ ലീവ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ വെക്കേഷനും 60 ഡേയ്സ് ആണെങ്കിൽ ഇതെങ്ങനെയാണ് കമ്പൈൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അദ്ദേഹത്തിന് വെക്കേഷൻ 60 ഡേയ്സിൻ്റെ കൂടെ 180 ഡേയ്സ് ഡ്യൂവും അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ ഉണ്ടെങ്കിലും 120 ഡേയ്സ് കൂടി എടുക്കാൻ പറ്റും ഏൺ ലീവ്. അങ്ങനെ വെക്കേഷനും ഏൺ ലീവും കൂടി ചേർത്ത് അദ്ദേഹത്തിന് 180 ഡേയ്സ് വരെ അവൈൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ റൂള് വ്യക്തമാക്കുന്നത്. ദ കോമ്പിനേഷൻ ഓഫ് ഏൺ ലീവ് ആൻഡ് കമ്മ്യൂട്ടഡ് ലീവ് വിൽ ബി ലിമിറ്റഡ് ടു 240 ഡേയ്സ്. അതുപോലെ ഏൺ ലീവ് കമ്മ്യൂട്ടഡ് ലീവുമായിട്ടും കമ്പൈൻ ചെയ്തെടുക്കാം. പക്ഷേ ഈ രണ്ട് ലീവും കൂടെ മാക്സിമം എടുക്കാൻ പറ്റുന്നത് 240 ഡേയ്സിനേ ഉള്ളൂ. ദെൻ ഗവൺമെന്റ് ഡിസിഷൻ ഓൺ it is permissible to allow a vacation to intervene between two periods of leave. അതായത് it is permissible to allow vacation to intervene between two periods of leave. രണ്ട് ലീവിനിടയിൽ വെക്കേഷൻ അദ്ദേഹത്തിന് അവൈൽ ചെയ്യാൻ പറ്റും. സിമിലർലി വെക്കേഷൻ മേ ബി പ്രിഫിക്സ്ഡ് ഓർ സഫിക്സ്ഡ്. പ്രിഫിക്സും സഫിക്സും ഒക്കെ നിങ്ങൾക്കറിയാം. ലീവ് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഹോളിഡേ വരികയാണെങ്കിൽ അത് പ്രിഫിക്സ് ചെയ്യാം. ലീവ് കഴിഞ്ഞിട്ടാണ് ഹോളിഡേ വരുന്നതെങ്കിൽ അത് സഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെയാണ് സിമിലർലി വെക്കേഷൻ മേ ബി പ്രിഫിക്സ്ഡ് ഓർ സഫിക്സ്ഡ് ടു ലീവ്. ലീവിനെ പ്രിഫിക്സ് ചെയ്യാൻ സഫിക്സ് ചെയ്യാൻ ചെയ്യാം വെക്കേഷൻ. ആൻഡ് ഓർ ബോത്ത് പ്രിഫിക്സ്ഡ് ആൻഡ് സഫിക്സ്ഡ് രണ്ടും ചെയ്യാം. ദി ഓൺലി റെസ്ട്രിക്ഷൻ ഈസ് ദാറ്റ് ദി ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ലീവ് പ്ലസ് വെക്കേഷൻ ഷുഡ് ബി ആസ് പെർ റൂൾ 74. നമ്മൾ മുകളിൽ പറഞ്ഞ 74ന്റെ നിബന്ധനയ്ക്ക് ഉള്ളിൽ നിന്ന് വേണം ഇങ്ങനെ പ്രിഫിക്സ് ചെയ്യുകയും സഫിക്സ് ചെയ്യുകയും ചെയ്യാൻ. അതായത് ഏൺ ലീവ് ഡ്യൂ ആൻഡ് അഡ്മിസിബിളിലൂടെ ചേർത്തിട്ട് ഉള്ള ആ റൂളാണ് 74ൽ പറയുന്നത്. ആ നിബന്ധനയ്ക്ക് അനുസരിച്ചായിരിക്കണം പ്രിഫിക്സും സഫിക്സും ചെയ്യേണ്ടത്. ദെൻ ഗവൺമെന്റ് ഡിസിഷൻ 2, സ്പെഷ്യൽ കാഷ്വൽ ലീവ് മേ ബി കമ്പൈൻഡ് വിത്ത് വെക്കേഷൻ. സ്പെഷ്യൽ കാഷ്വൽ ലീവ് നിങ്ങളുടെ ക്രെഡിറ്റിലുണ്ടെങ്കിൽ അത് നമുക്ക് വെക്കേഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. But in such cases, special casual leave and ordinary casual leave should not be combined. പക്ഷേ സ്പെഷ്യൽ കാഷ്വൽ ലീവും ഓർഡിനറി കാഷ്വൽ ലീവും തമ്മിൽ കമ്പൈൻ ചെയ്യാനും പാടില്ല. ഇതാണ് ആ റൂൾ. അടുത്തത് റൂൾ 75 ആണ്. ലീവ് ആൻഡ് സൂപ്പർ ആനുവേഷൻ. നോ ലീവ് മേ ബി ഗ്രാൻഡഡ് ബിയോണ്ട് ദ ഡേറ്റ് ഓഫ് സൂപ്പർ ആനുവേഷൻ. അതായത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഡേറ്റ് ഓഫ് സൂപ്പർ ആനുവേഷൻ കഴിഞ്ഞിട്ട് ലീവ് അഡ്മിസിബിൾ ആയിരിക്കില്ല. ദെൻ റൂൾ 76, കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ് ടു എനി അതർ കൈൻഡ് ഓഫ് ലീവ്. അതായത് എനി ലീവ് ഗ്രാൻഡഡ് മേ ബി റെട്രോസ്പെക്റ്റീവ്ലി കമ്മ്യൂട്ടഡ് ഇൻ ടു എനി അതർ കൈൻഡ് ഓഫ് ലീവ് അഡ്മിസിബിൾ ടു ദി ഓഫീസർ അറ്റ് ദി ടൈം ദി ഒറിജിനൽ ലീവ് വാസ് ഗ്രാൻഡഡ്. ഇപ്പോൾ അയാൾ ഹാഫ് വേ ലീവ് എടുത്തു എന്നിരിക്കട്ടെ, അതേസമയം അയാൾക്ക് മറ്റൊരു ലീവായിട്ട് അത് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലീവിൽ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ക്രെഡിറ്റിൽ ഉണ്ടായിരുന്ന ആ ലീവ് അയാൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. റെട്രോസ്പെക്റ്റീവ് ആയിട്ട് അതെടുക്കാം. പക്ഷേ ഏൺ ലീവ് ഷാൽ നോട്ട് ബി കമ്മ്യൂട്ടഡ് ഇൻ ടു ലീവ് ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ്. പക്ഷെ ഒറിജിനലായിട്ട് ഏൺ ലീവ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ പിന്നെ മറ്റൊരു തരത്തിലുള്ള ലീവായിട്ട് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ദെൻ റൂൾ 77, നേച്ചർ ഓഫ് ലീവ്. ഓർഡിനറി ലീവ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് ഓർഡിനറി ലീവ് എന്ന് നമ്മൾ പറയുന്നത്? ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, ലീവ് നോട്ട് ഡ്യൂ ആൻഡ് ലീവ് വിത്തൗട്ട് അലവൻസസ്. ഇത്രയുമാണ് നമ്മൾ ഓർഡിനറി ലീവായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ദെൻ സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിസബിലിറ്റി ലീവ്, ദെൻ സ്റ്റഡി ലീവ്, മെറ്റേണിറ്റി ലീവ് ആൻഡ് ഹോസ്പിറ്റൽ ലീവ്. ഈ ഓരോ തരം ലീവിനെ കുറിച്ചും നമ്മൾ അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ദീർഘമായി സംസാരിക്കാത്തത്. ദെൻ ഏൺ ലീവ് മീൻസ് ലീവ് ഏൺഡ് ഇൻ റെസ്പെക്ട് ഓഫ് പീരിയഡ്സ് സ്പെൻഡ് ഓൺ ഡ്യൂട്ടി.
അദ്ദേഹം ഏൺ ചെയ്ത ആർജിത അവധിയാണ്. എത്ര പീരീഡ് അദ്ദേഹം ഇപ്പോൾ 1/11 വെച്ചിട്ട് ഏൺ ചെയ്യും, അല്ലെ 1/22 വെച്ച് ഫസ്റ്റ് ഇയർ ഏൺ ചെയ്യും എന്നൊക്കെ നമ്മൾ കാണാൻ പോകുന്നു. അങ്ങനെ ഏൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏൺ ലീവ് എന്ന് പറയുന്നത്. ദെൻ ഹാഫ് പേ ലീവ് മീൻസ് ലീവ് ഏൺഡ് ഇൻ റെസ്പെക്ട് ഓഫ് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ആണ്. അതായത് ഹാഫ് പേ എടുക്കുന്നത് സർവീസിൽ കയറി 1 വർഷം തികഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 20 days ഹാഫ് പേ ലീവിന് എലിജിബിലിറ്റി ഉണ്ടാവും. അത് ഇയർ ഓഫ് കംപ്ലീഷന്റെ ബേസിസിലാണ് ഏൺ ലീവ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. half pay leave. It includes periods spent on duty as well as on leave, including LWA, but excludes LWA for taking up employment. LWA ഒക്കെ ചേർത്തിട്ട് തന്നെയായിരിക്കും ഈ ഹാഫ് പേ ലീവിന്റെ ലീവ് അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ ലീവ് LWA ടു ടേക്ക് അപ്പ് അനദർ എംപ്ലോയ്മെന്റ് ആണെങ്കിൽ ആ പീരീഡ് പിന്നെ ഹാഫ് പേ ലീവിന് കണക്കാക്കുന്നതല്ല. അടുത്ത ഏൺ ലീവ് ആണ്. എങ്ങനെയാണ് ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് റൂൾ 78. ദി ഏൺ ലീവ് അഡ്മിസിബിൾ ടു ആൻ ഓഫീസർ ആൻഡ് പെർമനന്റ് എംപ്ലോയി ഈസ് 1/11 ഓഫ് ദി പീരീഡ് സ്പെൻഡ് ഓൺ ഡ്യൂട്ടി. അതായത് ഒരു പെർമനന്റ് എംപ്ലോയി 11 ദിവസം ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1 ദിവസത്തെ ഏൺ ലീവിന് എലിജിബിലിറ്റി ഉണ്ടാവും. ദാറ്റ് ഈസ് 1/11 വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഏൺ ലീവ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അർത്ഥം. ദെൻ റൂൾ 80. ഇഫ് ആൻ ഓഫീസർ ഇൻ പെർമനന്റ് എംപ്ലോയി in vacation department avails a full vacation, earn leave is not admissible to him. അതേസമയം ഒരു പെർമനന്റ് എംപ്ലോയി ഒരു വെക്കേഷൻ സ്റ്റാഫ് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, ആ വെക്കേഷൻ അദ്ദേഹം ഫുള്ളായിട്ട് അവൈൽ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഏൺ ലീവിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ദെൻ റൂൾ 81. If such an officer does not avail full vacation, earn leave admissible to him will be in such proportion of 30 days as the number of days of vacation not taken bears to the full vacation. അതായത് ഒരു പെർമനന്റ് എംപ്ലോയി അദ്ദേഹം ഫുൾ വെക്കേഷൻ അവൈൽ ചെയ്യുന്നില്ല, പക്ഷെ പാർട്ടായിട്ട് അദ്ദേഹം വെക്കേഷനിലെ ഡ്യൂട്ടി നിർവഹിക്കുന്നു എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീവ് ഏൺ ലീവ് അക്കൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇഫ് ദ വെക്കേഷൻ നോട്ട് അവൈൽഡ് ഈസ് 10 days, അദ്ദേഹം വെക്കേഷനിൽ 10 ദിവസം അവൈൽ ചെയ്തില്ല എന്ന് സങ്കല്പിച്ചാൽ അദ്ദേഹത്തിന് എത്ര ദിവസത്തെ ഏൺ ലീവിന് എലിജിബിലിറ്റി ഉണ്ടെന്നാണ് ഈ എക്സാമ്പിൾ ഞാൻ വ്യക്തമാക്കി തരുന്നത്. അതായത് ഔട്ട് ഓഫ് 60 days ആണ് വെക്കേഷൻ എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അത് ഏൺ ലീവ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10/60 into 30. ദാറ്റ് മീൻസ് ഹി ഈസ് എലിജിബിൾ ഫോർ 5 days ഏൺ ലീവ്. ഈ രീതിയിലാണ് അദ്ദേഹത്തിന് വെക്കേഷൻ പീരീഡിൽ അദ്ദേഹം ഡ്യൂട്ടി നിർവഹിച്ചാൽ അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഏൺ ലീവ്. റൂൾ 81 നോട്ട് ബിലോ ടു റൂൾ 81 ആണ്. അതായത് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കോ ട്രാൻസ്ഫർ ആയാൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ഒന്ന്, വെക്കേഷൻ ടു നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ആദ്യം നമുക്ക് നോക്കാം. ഒരു വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ആയാൽ ആഫ്റ്റർ വെക്കേഷൻ ദ സർവീസ് ഓഫ് ദി ഓഫീസർ ഇൻ ദി വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിൽ ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ലീവ് be considered to have terminated with effect from the close of the last vacation enjoyed by him. അദ്ദേഹം വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വെക്കേഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ he will be considered to have terminated with effect from the close of the last vacation. തീരുന്നിടം വരെ ആണ് അദ്ദേഹത്തിന്റെ സർവീസ് തീരുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏൺ ലീവ് വിൽ ബി ഡ്യൂ ടു ഹിം ഫ്രം ദ വെരി നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ്. അതിനടുത്ത ദിവസം മുതലായിരിക്കും അദ്ദേഹത്തിന്റെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്കിത് കൂടുതൽ വ്യക്തമാകും. ഇഫ് ആൻ ഓഫീസർ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൺ 1/8/2019, his service in the vacation department will be deemed to have been terminated with effect from 31/5/2019 afternoon. The officer will be eligible for earned leave with effect from 1/6/2019. അതായത് ഈ എക്സാമ്പിൾ എന്ന് ശ്രദ്ധിക്കുക. ഇഫ് ആൻ ഓഫീസർ ഈസ് വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്,
അദ്ദേഹത്തിലെ 1/8/2019 ഒരു നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസിൽ ഹിസ് സർവീസ് ഇൻ ദ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ ടെർമിനേറ്റഡ്. അദ്ദേഹത്തിന്റെ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സർവീസ് തീരുന്നതായി പരിഗണിക്കപ്പെടുന്നത് 31/5/2019 ആഫ്റ്റർനൂണിലാണ്. അതായത് വെക്കേഷൻ തീരുന്ന ദിവസമാണ്. ആൻഡ് ദി ഓഫീസർ വിൽ ബി എലിജിബിൾ ഫോർ ഏൺ ലീവ് വിത്ത് ഇഫക്റ്റ് ഫ്രം 1/6/2019. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏൺ ലീവ് 1/6/2019 മുതൽ കണക്കാക്കപ്പെടും. ആക്ച്വലി നോക്കൂ, അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്ത് 1/8/2019 ഉള്ളൂ. പക്ഷെ ഏൺ ലീവ് വർക്കൗട്ട് ചെയ്യുന്നത് 1/6/2019 മുതൽ അദ്ദേഹത്തിന്റെ ഏൺ ലീവ് വർക്കൗട്ട് ചെയ്യും. ഈ എക്സാമ്പിൾ നിങ്ങൾ ഹൃദയസ്ഥമാക്കിയാൽ ഈ റൂളും നല്ലതുപോലെ മനസ്സിലാവും. വെക്കേഷൻ ടു നോൺ വെക്കേഷൻ. ഡ്യൂറിങ് വെക്കേഷൻ, അതായത് നമ്മൾ മുൻപേ കണ്ട എക്സാമ്പിള് വെക്കേഷൻ ടു നോൺ വെക്കേഷൻ ആഫ്റ്റർ വെക്കേഷൻ ട്രാൻസ്ഫർ ചെയ്ത കേസാണ് നമ്മൾ കണ്ടത്. ഇത് വെക്കേഷൻ പീരീഡിലാണ് ഒരു ഉദ്യോഗസ്ഥനെ നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദ ഓഫീസർ ഈസ് ഡീംഡ് ടു ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഓൺ ദി ക്ലോസ് ഓഫ് ദി വെക്കേഷൻ വിച്ച് ഹി ഹാസ് പാർട്ട്ലി എൻജോയ്ഡ്. ഇൻ സച്ച് കേസ് ഹി വിൽ ബി ക്രെഡിറ്റഡ് വിത്ത് എ പ്രൊപ്പോർഷനേറ്റ് ഏൺ ലീവ്. അതായത് ഒരു വെക്കേഷൻ പീരീഡിനുള്ളിലാണ് അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫർ വരുന്നതെങ്കിൽ he is deemed to have been transferred on the close of the vacation. കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് എന്നായിരിക്കും കണക്കാക്കപ്പെടുക. ഇൻ സച്ച് കേസസ്, അങ്ങനെയുള്ള കേസുകളിൽ he will be credited with a proportionate earned leave. അപ്പോൾ ആ ബാക്കിയുള്ള വെക്കേഷനിൽ അദ്ദേഹം ഡ്യൂട്ടി ആണെന്ന് സങ്കല്പിച്ച് അദ്ദേഹത്തിന് ഏൺ ലീവ് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഒരു എക്സാമ്പിൾ പറയാം. An officer was transferred from a vacation department to non-vacation department on 1/5/2019. ഒരു വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് വെക്കേഷൻ പീരീഡിലാണ് എന്ന് പറഞ്ഞാൽ 1/5/2019 മെയ് 1 ട്രാൻസ്ഫർ വന്നത്. വെക്കേഷൻ പീരീഡ് ആണെന്ന് ഓർക്കുക. ഇൻ ദിസ് കേസ് ദ ട്രാൻസ്ഫർ വിൽ ബി ഇഫക്റ്റീവ് ഫ്രം 31/5/2019 only. ഈ കേസിൽ ശരിക്കും അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ ഇഫക്റ്റീവ് ആണെന്ന് കണക്കാക്കപ്പെടുന്നത് 31/5/2019 ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ടാണ്. ഫോർ ദ പീരീഡ് ഓഫ് 1/5/2019, അതായത് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ, ടു 31/5/2019 ഡേറ്റ് ഓഫ് ക്ലോസ് ഓഫ് വെക്കേഷൻ, ഹി വിൽ ബി എലിജിബിൾ ഫോർ ഏൺ ലീവ് ഫോർ 15 days. അപ്പോൾ ഈ 31 ദിവസമാണ് അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്യേണ്ടി വന്ന വെക്കേഷൻ പീരീഡിൽ എന്ന് കണക്കാക്കിയിട്ട് എത്ര ദിവസത്തെ ഏൺ ലീവിന് അദ്ദേഹം അർഹനാകും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് 15 എന്ന് പറഞ്ഞത്? അതായത് വെക്കേഷൻ പിന്നെ മെയ് മാസത്തിൽ 31 ദിവസമുണ്ട്. അതുകൊണ്ട് വെക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് 61 days ആണ്. അപ്പോൾ 31/61 into 30. സോ ഇറ്റ് ഈസ് റൗണ്ടഡ് ടു 15 days. അങ്ങനെ അദ്ദേഹത്തിന് 15 ദിവസത്തെ ഏൺ ലീവിന് അർഹതയുണ്ടായിരിക്കും. അടുത്ത ഒരു നോൺ വെക്കേഷൻ ടു വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ എങ്ങനെയാണ് ഏൺ ലീവ് വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ്. ദി സർവീസ് ഓഫ് ആൻ ഓഫീസർ ട്രാൻസ്ഫേർഡ് ഫ്രം എ നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ടു എ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിൽ ബി ഡീംഡ് ടു ഹാവ് കമൻസ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദി ലാസ്റ്റ് വെക്കേഷൻ പ്രീവിയസ് ടു സച്ച് ട്രാൻസ്ഫർ. ആ ട്രാൻസ്ഫറിന് തൊട്ട് മുമ്പുള്ള വെക്കേഷന്റെ ലാസ്റ്റ് ഡേ മുതലാണ് വർക്കൗട്ട് ചെയ്യപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. An officer was transferred from a non-vacation department to a vacation department on 1/8/2019. ഓഗസ്റ്റ് 1 അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. His service in the vacation department will be deemed to have been commenced from 1/6/2019. അദ്ദേഹം വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ സർവീസ് ആരംഭിച്ചത് 1/6/2019, അതായത് വെക്കേഷൻ തീരുന്ന ദിവസം മുതൽ ആരംഭിച്ചതായിട്ട് കണക്കാക്കപ്പെടും. ബട്ട് ഹി വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ഏൺ ലീവ് വിത്ത് ഇഫക്റ്റ് ഫ്രം 1/6/2019. പക്ഷെ അദ്ദേഹം 1/6/2019 മുതൽ ഏൺ ലീവിന് എലിജിബിൾ ആവുകയില്ലെന്നും അറിയുക. അടുത്ത നോട്ട് റൂൾ 81, ഡെപ്യൂട്ടേഷൻ ഫ്രം നോൺ വെക്കേഷൻ ടു വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയാൾ ഡെപ്യൂട്ടേഷൻ പോവുകയാണെങ്കിൽ
the eligibility of an officer for earned leave when he is transferred from a non-vacation to vacation department is decided as follows. അദ്ദേഹത്തിൻ്റെ earned leave എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നതെന്നാണ്. If the officer is not permitted to enjoy the vacation and is considered to be on duty, he is eligible for earned leave for the period of duty. അദ്ദേഹം ആ വെക്കേഷൻ പീരീഡിലും ഡ്യൂട്ടി യിലാണ് എങ്കിൽ സാധാരണ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഏൺ ലീവ് കണക്കാക്കപ്പെടും. ഇഫ് ദി ഓഫീസർ എൻജോയ്സ് ഓൺലി പാർട്ട് ഓഫ് ദി വെക്കേഷൻ, ഡിഡക്ഷൻ ഓഫ് ഏൺ ലീവ് വിൽ ബി in such proportion of 30 days as the number of days of vacation enjoyed bears to the full vacation. അതേസമയം അദ്ദേഹം ആ വെക്കേഷൻ ഇഫ് ഈസ് ഭാഗികമായി മാത്രമേ എൻജോയ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അവൈൽ ചെയ്യുന്നുള്ളൂ എങ്കിൽ എങ്ങനെയായിരിക്കും ആ പീരീഡ് കണക്കാക്കപ്പെടുക എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഫ് ദി ഓഫീസർ എൻജോയ്സ് ഓൺലി പാർട്ട് ഓഫ് ദി വെക്കേഷൻ അദ്ദേഹം ഭാഗികമായിട്ട് ഇവിടെ അവൈൽ ചെയ്യുന്നുള്ളൂ. Deduction of earned leave will be in such proportion of 30 days as the number of days of vacation enjoyed bears to the full vacation. ഇവിടെ ഫുൾ വെക്കേഷൻ എന്ന് പറയുന്നത് 60 days ആണ്. അപ്പോൾ അദ്ദേഹം ഇഫ് ദി വെക്കേഷൻ അവൈൽഡ് ഈസ് 20 days, 60 ദിവസത്തെ വെക്കേഷൻ പീരീഡിൽ അദ്ദേഹം 20 ദിവസം വെക്കേഷൻ അവൈൽ ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് എത്ര ദിവസത്തെ ഏൺ ലീവ് അദ്ദേഹത്തിൻ്റെ ഏൺ ലീവ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കും എന്നാണ് അറിയേണ്ടത്. ഡിഡക്ഷൻ ആണ്. കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് 20 days വെക്കേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വെക്കേഷൻ 60 days ഇൻറ്റു 30, ദാറ്റ് ഈസ് 10 days അദ്ദേഹത്തിൻ്റെ ഏൺ ലീവ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കപ്പെടും. ഇപ്പം ഈ രീതിയിലാണ് ഒരാൾ നോൺ വെക്കേഷനിൽ നിന്ന് വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയും വെക്കേഷൻ അവൈൽ ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലീവ് അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യും. അത്രയും ദിവസം അവൈൽ ചെയ്തതിന് ആനുപാതികമായിട്ടുള്ള ഏൺ ലീവ് കുറയ്ക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബാക്കി ലീവിനെ കുറിച്ച് ഇനി ധാരാളമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുൻപ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ആയ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ തെളിയുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ആളുടെ ഓപ്ഷൻ വരും. അതും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ എപ്പിസോഡുകളും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.